മതാതീത ആത്മീയത പുതിയ തലമുറയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി റിട്ടയർഡ് അധ്യാപകൻ കൂടെയായ നമ്മുടെ ആനന്ദ ഗുരുജി വിളിക്കും. എല്ലാവർക്കും നമസ്കാരം. 1-2 മാസമായി എനിക്കൊരു ചെറിയ എൻ്റെ ഈ മുഖത്ത് വലത്ത് സൈഡിലൊരു അനുഭവം, എപ്പോഴെങ്കിലും ഒരു വൈബ്രേഷൻ എൻ്റെ കണ്ണിന് നിങ്ങൾക്ക് ചിലപ്പോൾ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ കാണാം. അപ്പം അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വരാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഏറെക്കുറെ 1 മാസത്തിലധികമായിട്ടേ ഉള്ളൂ. അദ്ദേഹം ശരിക്കും എന്നെ മനസ്സിലാക്കിയായിരുന്നു ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം ഫോണിലൂടെ ഒരു മെസ്സേജ് കാണുകയാണ്, ഇങ്ങനെ കുറച്ച് ഗുരുക്കന്മാരെ ആദരിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ എൻ്റെ മുഖം കൂടെ അതിനകത്ത് വെച്ചിരിക്കുക ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ ആദരവ് സ്വീകരിക്കുവാൻ വെറും വിദ്യാർത്ഥിയായ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ, ഈ ആദരവ് സ്വീകരിക്കാൻ നിൽക്കാൻ തികച്ചും അർഹതയില്ലാത്ത ഒരാളാണ് ഞാനത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചായിരുന്നു. ദയവ് ചെയ്ത് എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. ഞാൻ ആധ്യാത്മികതയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്, ഏറ്റവും താഴേക്കിടയിലുള്ളൊരു വിദ്യാർത്ഥി. പക്ഷേ അദ്ദേഹം ഏതായാലും ഇവിടെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരെ ആദരിക്കുന്നതിൽ പങ്കെടുക്കാനും ഞാനും കൂടി ആദരിക്കാനും വേണ്ടിയാണ് വന്നത്. പക്ഷേ എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടിരുത്തി. ഞാൻ അത് അനുസരിക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞൊരു വിഷയം സംബന്ധിച്ച് മാത്രം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം മാത്രം പറയുകയാണ്. ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ഒരു ശിഷ്യൻ ഒരിക്കൽ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അറിഞ്ഞതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ചിലപ്പോൾ വാക്കുകൾക്ക് വ്യത്യാസം കാണുമായിരിക്കും കേട്ടോ. അല്ലെ, ആകത്തുക ഏതാണ്? ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടതും, ഞങ്ങളങ്ങനെ അറിഞ്ഞതും. പക്ഷെ കൂട്ടിച്ചേർത്ത് ഒന്നുണ്ട് ആ കൂട്ടത്തിൽ, സൂക്ഷിച്ച് വീക്ഷിച്ചതും. അതാണ്, അതിനാണ് പ്രാധാന്യം. വെറുതെ കണ്ടതുകൊണ്ട് കാര്യമില്ല, വെറുതെ ഈ ചെവികളിലൂടെ കേട്ടതുകൊണ്ട് കാര്യമില്ല. അത് ഉള്ളിലിട്ട് അതിനെ കടഞ്ഞെടുക്കുന്നതാണ് ആ സൂക്ഷിച്ച് വീക്ഷിക്കൽ. അപ്പോൾ അദ്ദേഹം എന്നിട്ട് അവർ കൂട്ടിച്ചേർക്കണേ അതിൻ്റെ കൂടെ, ഞങ്ങളത് ഇവിടെ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. എന്തിനാണെന്ന് അറിയാവോ? നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം, നിങ്ങളും അത് അറിയണം. അപ്പോഴേ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. ഞങ്ങളിപ്പോൾ സന്തോഷത്തിലാണ്, കാരണം ഞങ്ങൾ അത് അറിഞ്ഞു, അത് അനുഭവിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളും അത് അനുഭവിക്കുന്നവരാകണം. അപ്പോഴാണ് ഇങ്ങനെയൊരു ആത്മസംഗമത്തിന് പ്രസക്തി ഉണ്ടാകുക. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് എൻ്റെ ധർമ്മം? എൻ്റെ ധർമ്മം എന്താണ്? ഈ പുതിയ തലമുറയ്ക്ക് ഈ സന്ദേശം എത്തിക്കാൻ, അല്ലേ, ഈ മതാതീത കാഴ്ചപ്പാട് എത്തിക്കാൻ എൻ്റെ ധർമ്മം എന്താണ്? ഗാന്ധിജി പറഞ്ഞു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതുകൊണ്ട് ഇപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണത്? ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളും ഇതറിയണം, ഇതനുഭവിക്കണം. അതിനെന്താ ചെയ്യാവുന്നത്? എൻ്റെ ജീവിതം ഒരു സന്ദേശമാണ്. ഈ പുതിയ തലമുറ, ഈ യുവതലമുറ കാണണം ആ ആളുടെ ജീവിതം, ഇപ്പോഴത്തെ ജീവിതം. പ്രഭാഷണമല്ല പ്രധാനം, എൻ്റെ ജീവിതം അതാകണം.
അപ്പോൾ ജീവിതം അവർ കാണണം. ഇതെങ്ങനെ എന്ന് അവർക്കൊരു അന്വേഷണ ത്വരയുണ്ടാകണം. അടുത്തെത്തും. ഇതാ ജീവിക്കുന്ന ഒരാൾ വളരെ വലിയ ഉന്നത തലങ്ങളിലെത്താമായിരുന്നു. ഒരുപക്ഷെ ആ സഭയുടെ മെത്രാനൊക്കെ ആകാവുന്ന ഒരാൾ എവിടുന്നോ ഒരു സത്യവെളിച്ചം ഉള്ളിലേക്ക് വന്നപ്പോൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് ആ സത്യത്തിൽ ജീവിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന അവസ്ഥയിലാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ അത് അനുഭവിക്കുന്ന ആളിനെ അത് പറ്റുള്ളൂ. അത് കാണുകയാണ് ആളുകൾ. ഇതാ ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ യുവജനങ്ങളുമുണ്ട്, പുതിയ തലമുറയുണ്ട്. ഇത് കാണുകയാണ്. ഞാൻ ഇന്ന് ഇപ്പോഴും അങ്ങനെ അതറിഞ്ഞ് അതിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ആ പ്രപഞ്ച ശക്തി ചൈതന്യത്തെ അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മാതൃക നമ്മളിലൂടെ പുതിയ തലമുറ കാണട്ടെ. നന്ദി.